ശ്രീ ആരിഫ് ഹുസൈൻ, ഇപ്പോൾ നേരത്തെ നമ്മൾ കായംകുളം വിഷയം ചർച്ച ചെയ്തു. താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. നോക്കൂ, തൃത്താല ഉറൂസുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളത്ത്, ആ ആനപ്പുറത്തിരുന്നവരെല്ലാം പ്രദർശിപ്പിച്ചത് അന്താരാഷ്ട്ര ഭീകരവാദികളുടെയാണ്. ഇത് ഞാനോ നിങ്ങളോ പറയുന്നതല്ല. അത് കൃത്യമായിട്ട് അവരുടെ നേതാക്കന്മാർ ആരൊക്കെയാണ് ഭീകരവാദികൾ എന്ന് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അത് ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നിറം പിടിപ്പിച്ച് പറയുന്നതല്ല. നോക്കൂ, അപ്പോൾ ഇപ്പോഴും ശ്രീ സലീം മടവൂരിനെ പോലുള്ളവർക്ക് അവർ പോരാളികളാണ്, അവർ അതിജീവനത്തിന് വേണ്ടി പോരാടുന്നു, അതിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ ഉറൂസിന് ആന എഴുന്നള്ളത്ത് അത് അനിസ്ലാമികമാണ്. പക്ഷേ ഈ നമ്മുടെ ഹമാസ് പോരാളികളുടെ സലീം മടവൂരിൻ്റെ ഭാഷകടമ എടുക്കുകയാണെങ്കിൽ ഈ ഹമാസ് പോരാളികളുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ പ്രശ്നമില്ല, കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലേ? അപ്പൊ ഓക്കെ ആരിഫ് ഹുസൈൻ, എന്തായാലും നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഇനി. ജാമിദ് ടീച്ചറും സന്ദീപ് വാചസ്പതിയൊക്കെ പോയി, അവർക്ക് ചില തിരക്ക് കാരണം. ഓക്കെ, ഇനി നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. നമുക്കിത് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്ത് തീരുമാനമാക്കാം. അപ്പോൾ ഇതിലേക്ക് വരുന്നതിന് മുന്നേ ഞാനൊരു കാര്യം ചെയ്യാണ്. ഞാനിവിടെ 2 ചിത്രങ്ങൾ ഒന്ന് കാണിക്കാം. അത് വളരെ അത്യാവശ്യം വേണ്ട 2 ചിത്രങ്ങളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നാട്ടിൽ ഈ ഹമാസിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ 100 നാക്കാണല്ലോ. സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നാണ് പറയുന്നത്. ഇത് കുറച്ച് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഓക്കെ, ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് കാണാറുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആളുകളുടെ ചിത്രമാണ് ഈ കണ്ടത്. ഇനി ഇവിടെ നമ്മൾ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചിത്രം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് കാണുക. ഞാൻ ഇതിൽ ഈ കാണിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ ആവശ്യപ്പെടുകയാണ് സലീം ഭായിയുടെ അടുത്ത്. അതായത് ഇതിൽ ആരാണ് അൽ താന്തിയ തോപ്പി, ഇതിൽ ആരാണ് അൽ ഗാന്ധിജി, ഇതിൽ ആരാണ് അൽ നെഹ്റു, ഇതിൽ ആരാണ് അൽ ഭഗത് സിംഗ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ഇവർ നടത്തുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഇവർക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ മുഖം മറച്ച് നടക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതെങ്കിലും ഒരു ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് നിങ്ങൾ വിളിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു പോരാട്ടത്തിൻ്റെ ഒരു കോറായിട്ടുള്ള വിശ്വാസം അവർക്കില്ലാത്തത്? അവർക്കുണ്ടെങ്കിലല്ലേ ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടാവേണ്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാണ് അവർ മുഖം മറച്ച് നടക്കുന്നത്? അവർ എന്താ പറയുക, യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാളികളെ പോലെ മുഖം പുറത്ത് കാണിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നതിൽ ഒരു ദുരുദ്ദേശവുമില്ല, അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആവശ്യത്തിനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് 100% അല്ല 200% ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർ മുഖം മറച്ചാണോ ഈ പണിക്ക് ഇറങ്ങേണ്ടത്? എന്താ അതിൻ്റെ ആവശ്യം? അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ പറയുന്ന സാധനം മൊത്തത്തിൽ കള്ളത്തരമാണെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുന്നു ഇവർ സ്വാതന്ത്ര്യ സമരമാണ്, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ഇവിടെ സലീം മടവൂർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, ഈ നമ്മളെ 2 സ്റ്റേറ്റ് സൊല്യൂഷനെ കുറിച്ചൊക്കെ. ഞാൻ ചോദിക്കുന്നു, ഹമാസിന് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം അവർക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഈ റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന സാധനത്തിനകത്ത് എവിടെയാണ് ഈ 2ാമത്തെ സ്റ്റേറ്റ്? ആ 2ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് ഇസ്രായേൽ അവിടെ ഉണ്ടോ ഇല്ലേ? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ഇനി ഇത് സംബന്ധിച്ച് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞാണ്. ഇതിൽ എന്തുകൊണ്ട് ഇപ്പോൾ തൃത്താലയിൽ അങ്ങനെ എഴുന്നള്ളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി ഈ പറയുന്ന ആളുകളുടെ ചിത്രങ്ങൾ? അതല്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് സലീം മടവൂരിനെ പോലുള്ള ആളുകൾക്ക് അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് പറയാൻ അവസരം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പഴി ഞാൻ വെച്ചു കൊടുക്കുക അത് ഇവിടുത്തെ BJP കേന്ദ്ര സർക്കാരിനാണ്. കാരണം ഈ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം എന്നോ അതിക്രമിച്ചിട്ടുണ്ട്. ഇന്ത്യ അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ആളുകൾക്ക് വളം ആകുന്നത്. അത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. ഇന്ന് ലോകത്ത് അത് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ള രാജ്യങ്ങൾ, ഒന്ന് അമേരിക്ക തന്നെയാണ്, 2 കാനഡയാണ്, യുണൈറ്റഡ് കിങ്ഡം, അതുപോലെ യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ, ഓസ്ട്രേലിയ, ഇസ്രായേൽ പിന്നെ പറയണ്ട, ജപ്പാൻ, അതുപോലെ ന്യൂസിലാൻഡ്, അങ്ങനെ പല രാജ്യങ്ങളും അതിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നു. UAE കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. UAE എന്താ പറഞ്ഞത്? ഈ പറയുന്ന ഹമാസ് നിങ്ങൾ ഇറങ്ങണം, താഴെ ഇറങ്ങണം, നിങ്ങളുമായിട്ടുള്ള സഹകരണത്തിന് അവർക്കും താല്പര്യമില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. ഇനി ഹമാസിനെ കുറിച്ച് ഗാസയിലുള്ള ആളുകൾ എന്താ പറയുക? അവർക്കുണ്ടോ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്നുള്ളൊരു അഭിപ്രായം? അതുമില്ല. ലോകത്ത് ആർക്കും ഇല്ല. അവർ തന്നെ കാണുന്നത് ഈ പറയുന്ന ഒരു തീവ്രവാദ കൂട്ടമായിട്ട് കാണുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ നാട്ടിൽ ഈ തരം കൂട്ടാളികൾക്ക് ഈ തൊരപ്പൻ പണി, ഈ ഗുഹ പണിത് അതിനകത്ത് ഇരുന്നിട്ട് ഈ വാണം വിടുന്ന ആളുകൾക്ക്
സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊക്കെ പേര് വെച്ചു കൊടുക്കുന്നത് നാണം ഉണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഇത് എത്ര തവണ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതുപോലുള്ള തുറപ്പൻ പണിയെടുക്കുന്ന ആളുകൾക്ക് ഫാൻ ബേസ് ഉണ്ടാക്കുന്നതിനുള്ള ഒത്താശ ചെയ്യുന്നത് ഇവിടുത്തെ കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് ഇവരെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ച് അതിനെ ഡീലിസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. എന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഒരു മാതൃകാപരമായിട്ട് ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ശിക്ഷ കൊടുക്കുന്ന അവസ്ഥയിലേക്കോ, അല്ലെങ്കിൽ ഇത് തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്ന പണിയാണ് എന്ന് ഇതിലൊന്നും ഒരു താല്പര്യമില്ലാതെ ഈ തരം ആളുകൾ നടത്തുന്ന ലോബിയിങ്ങിലോ അതല്ലെങ്കിൽ അവർ നടത്തുന്ന ഇത്തരം ഈ വിഷയത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന പരിപാടിയിലേക്കോ പെട്ടുപോകുന്ന ഒരവസ്ഥയും തടയണമെന്നുണ്ടെങ്കിൽ, സാധാരണ വിശ്വാസികളെ ഈ വിക്ടിം കാർഡ് ഇറക്കി അതിലേക്ക് ആകർഷിക്കുന്ന പരിപാടിക്ക് തടയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിർബന്ധമാണ്. അതാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം എന്താണ്, പോപ്പുലർ ഫ്രണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റി അത് ശരിയാണ് എന്ന് ധരിപ്പിക്കുന്ന ഒരു പക്ഷം ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഇടതുപക്ഷം പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവർക്ക് ഒറ്റ ശ്വാസത്തിൽ അവർ തീവ്രവാദ സംഘടനയാണെന്ന് പറയാൻ സാധിക്കുന്നില്ലല്ലോ. ആ ഒരു അവസ്ഥ അതിനെ മുതലെടുക്കുന്നുണ്ട് ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വഴി വെക്കുന്ന ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു? ആ നിരോധനത്തിലൂടെയാണ്. എന്ന് പറഞ്ഞ പോലെ ഹമാസിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു, തീവ്രവാദ ആശയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇവിടെ നേരത്തെ ടീച്ചറും ഇവിടെ സൂചിപ്പിച്ചു, നമ്മളുടെ ഡൽഹിയിൽ യൂണിവേഴ്സിറ്റിയിൽ ഹൽക്ക നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൂടിയിരുന്നിട്ട് ആളുകൾ പറയുന്നത് എന്താണ്, യഹിയ സിൻവർ കാണിച്ച ആ ഒരു സംഗതിയുടെ ഒരു 10-1 നമ്മൾ കാണിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ തീവ്രവാദത്തിലേക്കാണ് ഈ ക്ഷണിക്കുന്നത്. ഞാൻ പറയാണ്, ഇതേപോലെയുള്ള ഹൽക്കകളിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഒരു കാലത്ത് ഞാനും. ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ ഹൽക്കകളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഇതുപോലെ ചെറിയ കൂട്ടങ്ങളിൽ അവിടെ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ജനാധിപത്യം അത് ഇസ്ലാമിക വിരുദ്ധമാണ്, നിങ്ങൾ ഇലക്ഷന് നിൽക്കരുത്, വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നിരുന്ന ഹൽക്കകളിൽ നമുക്ക് മോളെ ഉള്ളതുകൊണ്ട് അതിനകത്ത് പെട്ടുപോയില്ല. പക്ഷേ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല, അവർക്ക് അതിനകത്ത് പെട്ടുപോകാൻ സാധ്യത. അതുകൊണ്ടാണ് ഈ പറയുന്ന വിഷയങ്ങളിൽ മലയാളികൾ പെടുന്നു, ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു, മതം മാറ്റപ്പെടുന്നു, ഇതെല്ലാം അതിൽ സംഭവിക്കുന്നത് അതുകൊണ്ട്. അപ്പോൾ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് ചെയ്യാത്തതിന്റെ കൂടിയും ഒരു പഴിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്കി പത്രമാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ കാണുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ആളുകളോട് നമുക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് ഇത്തരം സംഘടനകളെ തീവ്രവാദ കൂട്ടമായിട്ട് ഇന്ത്യ പ്രഖ്യാപിക്കുന്നത് വരേക്കേ ഉള്ളൂ. അതുവരേക്കും നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു നടക്കാം. അതുവരേക്കും നിങ്ങൾക്ക് ഈ മുഖം മറച്ച് നടക്കുന്ന സ്വന്തം ലക്ഷ്യം എന്താണ് എന്ന് പോലും പച്ചയ്ക്ക് പറയാൻ ധൈര്യമില്ലാത്ത ഈ തുറപ്പന്മാരെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടൊക്കെ ചിത്രീകരിക്കാം തൽക്കാലത്തേക്ക്. അത് തൽക്കാലം നമ്മൾ അങ്ങ് അനുവദിച്ചു തരുന്നു എന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് പറയണം. ഇനി ഒരു കാര്യം കൂടി, നമ്മളുടെ മറ്റേ ചെയർപേഴ്സൺ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പറയുന്നത് ശരിയല്ല, പക്ഷെ എന്നാലും ഞാൻ പറയാണ്, അവരുടെ ആ ഒരു നിഷ്കളങ്കത ഈ പ്രകടിപ്പിച്ചുകൊണ്ട് വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു അവസ്ഥ നമ്മളിവിടെ കണ്ടതാണ്. ആ ഒരു രീതി ഇത് മറ്റൊരു തന്ത്രമാണ്, ഇത്തരം വിഷയങ്ങളിൽ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം. അവിടെ സംഭവിക്കുന്ന എന്താണ്, നമ്മളിവിടെ ഉയർത്തിയ വിഷയം അവിടെ പ്രാർത്ഥന നടത്തി എന്നതിനേക്കാൾ ഉപരി അത് നടന്നിട്ട് ഇത് അറിഞ്ഞിട്ടും അതിനോട് അവർ അപലപിക്കുന്ന രീതി നമ്മൾ എടുത്ത് എന്താണ്, അവർ തന്നെ ഉപയോഗിച്ച വാക്ക് ഇടിച്ചു പൊളിച്ച് വന്നേനെ ഡിവൈഎഫ്ഐക്കാരെന്നാണ് അവർ പറഞ്ഞത്. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടിപ്പോ 24 മണിക്കൂർ ആവാറായിട്ട് ഇതുവരെ ആരും ഇടിച്ചു പൊളിച്ച് വന്നിട്ടില്ല. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാണുമ്പോൾ വേണ്ടതെല്ലാം ചെയ്യാനുള്ള ത്രാണിയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് കോഴിക്കോട് ആരിഫ് ഹുസൈൻ നെടുമണ്ണൂർ LP സ്കൂളിൽ അന്ന് ഗണപതി ഹോമം നടത്തിയപ്പോ ആ മാനേജരെ പൊക്കി കൊണ്ടുപോയി തൊട്ടിൽപ്പാലം പോലീസ്. അതെ, അതാ ഞാൻ പറയാൻ വന്നത്. അതായത് കോഴിക്കോട് നടന്ന വിഷയത്തിൽ അവർ ഇടിച്ചു പൊളിച്ച് ചെയ്യുന്ന ആളുകളായിരിക്കുകയും എന്നിട്ട് ഇതുപോലെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു സാധനം, സമയമെടുത്ത് ചെയ്യുക എന്ന് പറയുന്ന സാധനം അവിടെ മാറ്റി വെക്കുകയും ഇവിടെ ആ ഒരു ലെവലിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇടിച്ചു പൊളിച്ച് തൽക്കാലം അങ്ങ് അവധിക്ക് വെക്കുന്ന ഒരു പ്രവണത. അതെന്തിന്റെ പേരില്ല? മുട്ടുവരച്ചിട്ടാണ്. ഇസ്ലാമിനെ കാണുമ്പോൾ മുട്ടുവരയ്ക്കും, ഇസ്ലാമിന്റെ രീതികളെ കാണുമ്പോൾ മുട്ടുവരയ്ക്കും. അതിന്റെ വ്യക്തികളെ പിണക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രീണന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് അതിൽ വരുന്നത്. സലീം അടവൂർ നേരത്തെ പറഞ്ഞു മതം ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. സലീം അടവൂർ ഇവിടെ മതം പറഞ്ഞു. സലീം അടവൂർ പറഞ്ഞു ഉറൂസ് അനിസ്ലാമികമാണെന്ന് പറഞ്ഞത് എന്താണ്? മതവിധിയല്ലേ? അത് ഇവിടുത്തെ സലഫികൾ പറയുന്ന കാര്യമല്ലേ? അത് പ്യൂരിറ്റാനിസം അല്ലേ? അത് ഇസ്ലാമിന്റെ വിധി ഇസ്ലാമിലില്ല എന്ന്. ആന എഴുന്നള്ളിപ്പും ഉറൂസും മണ്ണാങ്കട്ടയൊന്നും ഇസ്ലാമിലില്ല. ആന എഴുന്നള്ളിപ്പ് ഞാൻ പറഞ്ഞത് എന്ത് തന്നെ ആയാലും അത് ഇസ്ലാമിലല്ല, അനിസ്ലാമികമാണെന്നല്ലേ താങ്കൾ പറഞ്ഞത്. ഒരു സാധനം ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ എന്ന് പറയുന്നത്. ആന എഴുന്നള്ളിപ്പ് അതുപോലെയുള്ള ആഘോഷങ്ങളൊന്നും ഇസ്ലാം മതം ഞാൻ പഠിച്ചെടുത്ത് കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. എനിക്ക് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. ശരി, അത് ഞാൻ പറഞ്ഞു.
എന്തായാലും ആ വാദം ഇവിടുത്തെ പ്യൂരിറ്റാനിസം കൊണ്ട് നടക്കുന്ന സലഫികൾ പറയുന്ന സാധനമാണ്. അത് തന്നെയാണ് നിങ്ങളിവിടെ പറയുന്നത്. ഇത് ഞങ്ങളാരും കണ്ട ഇസ്ലാമിൽ അതില്ല, അങ്ങനെ ഒരു സംഭവമേ ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുന്ന ആളുകളാണ് അവര്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമികമല്ല എന്നും കൂടി അവർ അവസാനം പറയും. നിങ്ങൾ അത് മാത്രം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാനൊന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കട്ടെ. എന്തായാലും നിങ്ങൾ പറഞ്ഞത് പ്യൂരിറ്റൻ ഇസ്ലാമിന്റെ ഒരു വകഭേദം തന്നെയാണ്. അവസാനത്തെ സെന്റൻസ് പറഞ്ഞില്ല എന്നതിന്റെ പേരിൽ അത് വരാതിരിക്കുന്നില്ല. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളും നമ്മളുടെ നാട്ടിലെ ഒരു ശീലമായിട്ട്, എൻ്റെയൊക്കെ പഴയ തറവാട്ടിൽ സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിക്കും, അപ്പുറത്ത് ഹിന്ദുക്കൾ കത്തിക്കുന്നു, നമ്മളും കത്തിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഈ സലഫികൾ വന്നിട്ട് പറഞ്ഞു ഇതൊന്നും കത്തിക്കാൻ പാടില്ല, അതൊക്കെ ബിദ്അത്താണ്, അത് ഷിർക്കാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കത്തിക്കൽ നിർത്തി. നമ്മൾ പഠിച്ച മതത്തിൽ അതില്ല എന്ന് തന്നെയാണ് അവരും പറഞ്ഞത്. ഇത് തന്നെയാണ് നിങ്ങളും പറഞ്ഞത്, ഒരു വ്യത്യാസമില്ല. അപ്പൊ ഈ പ്യൂരിറ്റൻ ഇസ്ലാം അവിടെ കടന്നു വരുന്നു, നിങ്ങൾ മതവിധി പറയുന്ന ആളുകളായിട്ട് മാറുന്നു. ഞാൻ ചോദിക്കും, നിങ്ങൾ രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്യട്ടെ, അത് നാടിന്റെ ഒരു ചരിത്രമല്ലേ, അവരുടെ എന്തെങ്കിലും ഒരു കൾച്ചറൽ ഒരു ആഘോഷത്തിന്റെ ഭാഗമല്ലേ, അത് ചെയ്തോട്ടെ. പക്ഷെ എന്നാലും തീവ്രവാദികളുടെ ചിത്രം വെച്ചതിന്റെ കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ അത് പറ്റുമോ ഇല്ലേ എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം. ഞാൻ പറയുന്നത് പറ്റില്ല, തീവ്രവാദികളാണ്, അത് നോർമലൈസ് ചെയ്യുന്ന പ്രവൃത്തിയാണ്, തീവ്രവാദത്തെയും തീവ്രവാദികളെയും അത് ചെയ്യാൻ പാടില്ല. നിങ്ങളതല്ല പറഞ്ഞത്. അതിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കണ്ടത് ഇത് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ള നിലയിലേക്ക് നിങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ അവിടെയാണ് ഇതിന്റെ പ്രശ്നം. നിങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയക്കാരനിൽ നിന്നും ഒരു ഘട്ടത്തിൽ നിങ്ങളൊരു മദ്രസ അധ്യാപകനായിട്ട് മാറിപ്പോയി എന്നതാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ അത് ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.